നാടും നഗരമൊക്കെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളെന്തായാലും കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണുള്ളത്, ഒരു ചായക്കടയിലാണുള്ളത്. ഇവിടെ ഒരു അപ്രതീക്ഷിത അതിഥിയുണ്ട്. ചായ കുടിക്കാൻ വന്നതാണ്. ആ ഘട്ടത്തിലാണ് ഒരാളെ കണ്ടത്. UDFിൻ്റെ കാൻഡിഡേറ്റ് ആണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, CR മഹേഷ്. എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചായക്കടയിലാണല്ലോ ഇരിക്കുന്നത്. ഇന്നലെ ഒരു അമ്പലപ്പറമ്പിലായിരുന്നു ചെണ്ട കൊട്ടുന്ന കണ്ടിരുന്നു. ആകെ മൊത്തത്തിൽ വ്യത്യസ്തയാണല്ലോ. അതെ അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കെന്നും തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷവും രാവിലെ 5:30 മുതൽ രാത്രി 12 മണി വരെയും ഞാൻ പ്രവർത്തനത്തിലായിരുന്നു. അല്ലാതെ ചില ആളുകളെ പോലെ സ്ഥാനാർത്ഥി ഇലക്ഷനാകുമ്പം തുറക്കുന്ന കടയല്ല എൻ്റെ കട 360 ദിവസവും മുഴുവൻ സമയവും എല്ലാ സമയവും തുറന്നിരിക്കുന്ന കടയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ വരാം, അവരുടെ ആവശ്യങ്ങൾ പറയാം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിരിക്കുക, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷട്ടർ ഉയർത്തുക, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഷട്ടർ അടയ്ക്കുക. തിരഞ്ഞെടുപ്പിനൊരു മുഖം, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വേറൊരു മുഖം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയമാണ് ഈ നാടിനെ സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ജയിച്ച സമയത്ത് പ്രധാനമായിട്ട് കിട്ടിയത് LDF വോട്ടുകളാണ്. നമ്മൾ കണക്കൊക്കെ നോക്കുന്നത് ഇപ്പോൾ ഇത്തവണ ആ ഒരു സ്നേഹം അതുപോലെ ഉണ്ടാവുമോ? എന്നെ സംബന്ധിച്ച് ഞാനിതൊരു രാഷ്ട്രീയ മത്സരമായി കാണുന്നില്ല. ഞാനങ്ങനെ കടുകെട്ട് രാഷ്ട്രീയം പറയുന്ന ഒരു പൊതുപ്രവർത്തനമല്ല. എനിക്ക് എല്ലാ പാർട്ടിയിലും സൗഹൃദങ്ങളുണ്ട്, ആത്മബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാർ എനിക്ക് വോട്ട് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ ഇങ്ങനെ ചെണ്ട കൊട്ടുന്നൊക്കെ കണ്ടു. ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ ആദ്യം പിടിച്ച് 10 ആളെ കണ്ടു കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക. ഈ കൂളായിട്ട് എങ്ങനെയാണ് കൊട്ടാനൊക്കെ പറ്റുന്നത്? എനിക്കൊരു ആദിയില്ല. കാരണം ഞാൻ അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്ന് പഠിച്ചിട്ടേ കിടക്കൂ. രാത്രി 12 മണി വരെ എൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തനം മുഴുവനും ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തിട്ടേ ഞാൻ കിടക്കും. മാത്രമല്ല ചെണ്ടയെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് എന്നോടുള്ള വ്യക്തിവിരോധം, ചെണ്ട എന്ന് പറയുന്ന ഒരു വാദ്യകലയെ ആരെല്ലാം പ്രഗത്ഭമതികൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അഭ്യസിക്കുന്ന 10,000-കണക്കിന് ആളുകൾ അഭ്യസിക്കുന്ന ഒരു കലയെ സൈബർ മേഖലയിൽ എന്നോടുള്ള വ്യക്തിവിരോധം മൂലം ആക്ഷേപിച്ചു. അപ്പോൾ അങ്ങനെ ആക്ഷേപിക്കുന്നവർക്കുള്ള ഒരു മധുര പ്രതികാരമായിരുന്നു. പൂക്കോട്ട് ദേവി എന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്ന ആലപ്പാട്ടെ പൂക്കോട്ടമ്മ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണെന്നാണ് വിശ്വാസം. അപ്പോൾ അവിടെ കൊടിയേറ്റിന് അവർ വിളിച്ചു, അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആശാൻ അവിടെ ചെണ്ട കൊട്ടുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി കൊട്ടണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് തിരഞ്ഞെടുപ്പൊക്കെ അല്ലേ ഒന്ന് കൊട്ടാം, അങ്ങനെ കൊട്ടി. എതിർ സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞൊരു ആക്ഷേപം നേരത്തെ MLA സൂചിപ്പിച്ച പോലെ ഈ 24/7 അവൈലബിൾ ആണ്. രാവിലെ കല്യാണ വീട്ടിൽ നോക്കിയാലും മരണ വീട്ടിൽ ചെന്നാലും ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉള്ള സ്ഥലത്ത് എല്ലാം MLA അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീട്ടിലുള്ള ആളെ പോലെ നാട്ടുകാർ ഈ തവണ വോട്ട് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. സാധാരണ എല്ലാവരെ കുറിച്ചുള്ള ആരോപണം തിരഞ്ഞെടുപ്പിന് വരുമ്പോൾ നിന്നെ അന്ന് കണ്ടതാണല്ലോടാ, 5 കൊല്ലത്തിന് മുമ്പ് കണ്ട പിന്നിപ്പിടാണല്ലോ കാണുന്നത്. എനിക്ക് ഞാൻ പ്രതിയായിരിക്കുന്ന കേസ് എന്നെ കൂടുതൽ കാണുന്നു എന്നുള്ളതാണ്. എന്നെ എപ്പോഴും കാണുന്നു എന്നുള്ളതാണ്. കാണുന്നതിൻ്റെ എണ്ണം കൂടിപ്പോയി എന്നുള്ളതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും ഞാൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, നമുക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പിന്നെ നമ്മുടെ സാന്നിധ്യമാണ്, നമ്മൾ ആളുകളോടൊപ്പമുണ്ട്. ഒരു നിലവിളി ശബ്ദം കേട്ടാൽ, ഒരു വയ്യാഴ്യം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, സന്തോഷം വന്നാൽ, നാട്ടിൽ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടാൽ അവിടെ എല്ലാം ഞാനുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ എന്നിൽ ആരോപിക്കപ്പെടുന്ന ഏറ്റവും വലിയ കുറ്റം. ഞാൻ മരണത്തിന് പോകുന്നു, അവൈലബിൾ ആവുന്ന ഒന്നാണ് കുറ്റം അല്ലേ? സാധാരണഗതിയിൽ കുറ്റം തിരിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന പ്രശ്നം, ഒരു വീട്ടിലൊരു മരണം നടന്നു, അവിടെ നമ്മൾ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ വീടുകളുണ്ട്. അപ്പോൾ അവരെയും കൂടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ എനിക്കെതിരായി വരുന്ന ഈ സൈബർ ആക്രമണം മുഴുവൻ. കഴിഞ്ഞ 5 വർഷത്തെ എന്തൊക്കെയാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഇവിടെ വികസന പ്രവർത്തനങ്ങൾ, കുറേയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. കുറേ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു. വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ തുടർ പ്രവർത്തനമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഈ സർക്കാർ. അപ്പോൾ ഇനി പൂർത്തീകരിക്കേണ്ട കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട്, തുടങ്ങേണ്ടതായിട്ടുള്ള കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ചുറ്റുമുള്ള റെയിൽവേ മേൽപ്പാലമാണ്. അങ്ങ് ഇങ്ങോട്ട് വരുമ്പോൾ അറിയാം, 1 മണിക്കൂറാണ് അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മണ്ണ് പരിശോധന നടക്കുകയാണ്. അപ്പോൾ ചുറ്റുമുള്ള റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യത്തിലാക്കാൻ കഴിഞ്ഞു 5 വർഷക്കാലം കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത്. ഇത്തവണ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? അതൊക്കെ ജനങ്ങൾ തരുന്നതാണ് ഭൂരിപക്ഷം. എനിക്ക് നല്ല ആത്മവിശ്വാസം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമല്ലേ, അങ്ങനെയാണോ പ്രതീക്ഷ? എനിക്ക് ആളുകളുടെ ഒരു മുഖം കാണുമ്പോൾ, ഞാനിപ്പോൾ 2-3 തിരഞ്ഞെടുപ്പിലാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള പെരുമാറ്റവും ആളുകളുടെ ഒരു വർത്തമാനമൊക്കെ കാണുമ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല ഭൂരിപക്ഷം കാണുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന വലിയ പ്രതീക്ഷയിലാണ് MLA ഉള്ളത്. നമുക്കൊരു പരിചിതമായൊരു മുഖമുണ്ട്. ചേട്ടാ, സിനിമയിലൊക്കെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? ഒരുപാട് സിനിമയിലുണ്ട്. ഒരു 10-55 വർഷം നാടക പ്രസ്ഥാനത്തായിരുന്നു. സ്വന്തമായിട്ട് നാടക സമിതി ഉണ്ടായിരുന്നു. 10-100 സിനിമയോളം ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഈ മാസം ഒരു പടം റിലീസ്. കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ട്രെൻഡ് എന്താ പോകുന്നത്? ട്രെൻഡ് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി CR മഹേഷ് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാ വിശ്വാസം. എന്തായാലും മണ്ഡലത്തിലൊരു ട്രെൻഡും അങ്ങനെ തന്നെയാണ്. MLA തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കും. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വോട്ടുകൾ തനിക്ക് പോൾ ചെയ്യപ്പെടും. താൻ മണ്ഡലത്തിൽ അവൈലബിൾ ആകുന്നു എന്നാണ് നാട്ടുകാരുടെ അല്ലെങ്കിൽ മറ്റ് എതിർ സ്ഥാനാർത്ഥികളുടെയൊക്കെ വലിയ പരാതി എന്നാണ് പറയുന്നത്. പൊതുവിൽ നേരെ തിരിച്ചാണ് ഉണ്ടാവുക. എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ രവി ജയശങ്കറിൻ്റെ റിപ്പോർട്ടർ, കൊല്ലം.